തീരുവ വിഷയത്തിൽ ഇന്ത്യയോട് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്ക. 50% താരിഫിൽ ഇന്ത്യക്ക് നോട്ടീസ് അയച്ചു. ഓഗസ്റ്റ് 27 മുതൽ 50% താരിഫ് നടപ്പാക്കും. US ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പാണ് ഇന്ത്യക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. റഷ്യ-യുക്രൈൻ സംഘർഷം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് നോട്ടീസ് അയക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നിന്ന് 50% തീരുവ ഇരട്ടിയാക്കാനുള്ള പദ്ധതികൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം പ്രഖ്യാപിക്കുകയും നടപ്പാക്കാനുള്ള സമയപരിധി ഓഗസ്റ്റ് 27 നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം രാജ്യത്ത് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നിർമ്മാണവും പ്രോത്സാഹിപ്പിക്കാൻ കടകൾക്ക് മുന്നിൽ സ്വദേശി എന്നെഴുതിയ ബോർഡുകൾ പ്രദർശിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിസിനസ്സുകാർ അവരുടെ സ്ഥാപനങ്ങൾക്ക് പുറത്ത് സ്വദേശി സാധനങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു വലിയ ബോർഡ് സ്ഥാപിക്കണം. വരാൻ പോകുന്ന ഉത്സവ സീസൺ പരാമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞു, ഇനി നവരാത്രി, വിജയദശമി, ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങളാണ് വരുന്നതെന്നും അവ രാജ്യത്തിന്റെ സ്വാശ്രയത്വത്തിന്റെ ആഘോഷങ്ങളായിരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും അവ ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് ഉറപ്പാക്കണമെന്നും മോദി പറഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ വിൽക്കുന്നതിൽ നിന്ന് ബിസിനസ്സുകാർ വിട്ടുനിൽക്കണം. അതിനെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ നടപടി ചെറുതായി തോന്നാം, എന്നാൽ ഫലപ്രദമായിരിക്കും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയും സമൃദ്ധിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിർണായക പങ്ക് വഹിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ അമിത തീരുവയുടെ പശ്ചാത്തലത്തിലായിരുന്നു മോദിയുടെ സ്വദേശി നിർദ്ദേശങ്ങൾ. നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലും രാഷ്ട്രത്തിനായുള്ള യഥാർത്ഥ സേവനം തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. US തീരുവ ചുമത്തുമെന്ന തീരുമാനത്തിൽ മോദി കൃത്യമായി തന്നെ പ്രതികരിച്ചിരുന്നു. എത്ര സമ്മർദ്ദം വന്നാലും അതിനെ ചെറുക്കാനുള്ള ശക്തി തങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മോദി പറഞ്ഞത്. ഇന്ന് ലോകത്ത് സാമ്പത്തിക സ്വാർത്ഥതയെ അടിസ്ഥാനമാക്കിയുള്ള നയങ്ങളാണ് നാം എല്ലാവരും കാണുന്നത്. ഇത്തരം സംരക്ഷണവാദ നടപടികൾക്കെതിരെ ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്നും പൗരന്മാരുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കർഷകരുടെയും ചെറുകിട വ്യവസായികളുടെയും താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ചെറുകിട വ്യവസായികളുടെയും കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും താൽപര്യങ്ങളാണ് പരമപ്രധാനം. എത്ര സമ്മർദ്ദമുണ്ടായാലും അവർക്ക് ഒരു ദോഷവും വരാൻ സർക്കാർ അനുവദിക്കില്ല. അതിനെ നേരിടാൻ രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് ശേഷമായിരുന്നു ഈ പ്രഖ്യാപനം. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇന്ത്യ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതേസമയം യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യക്കെതിരെ 50% താരിഫ് പ്രഖ്യാപിച്ചതെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരുന്നു. യുദ്ധം നിർത്തുന്നതിന് റഷ്യയെ നിർബന്ധിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച മാർഗമാണ് ഉയർന്ന തീരുവ നടപടിയെന്നും വാൻസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.